പരിശുദ്ധനായ പരിമള തിരുമേനി കാലം ചെയ്തിട്ട് 107 വർഷം പൂർത്തിയായിരിക്കുന്നതായ ഈ സന്ദർഭത്തിൽ പരിശുദ്ധ പരിമള തിരുമേനിയുടെ നാമത്തിൽ പരിമല മ്യൂസിയം പണിയുന്നതിനുള്ളതായ തീരുമാനം പരിമല കൗൺസിൽ എടുക്കുകയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ പെരുന്നാൾ ദിനത്തിൽ, അതായത് 2010 നവംബർ മാസം 2-ാം തീയതി 108ാമത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പുതിയ മ്യൂസിയത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ളതായ ഔദ്യോഗികമായ പ്രഖ്യാപനം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് നടത്തുന്നതാണ്. 1 വർഷം കൊണ്ട് മ്യൂസിയത്തിന്റെ പണി പൂർത്തീകരിക്കുവാനാണ് ഇപ്പോൾ പദ്ധതി കിട്ടിയിരിക്കുന്നത്. പരിശുദ്ധനായ പരിമള തിരുമേനി താമസിച്ചിരുന്നതായ അഴിപ്പുര എന്നറിയപ്പെടുന്ന ആദ്യകാല വസതിയോട് ചേർന്നാണ് മ്യൂസിയം ബിൽഡിംഗ് പണിയുന്നത്. ആ മ്യൂസിയത്തിൽ പരിമള തിരുമേനിയുടെ ബാല്യം മുതലുള്ളതായ ജീവിത സംഭവങ്ങൾ നോക്കി മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളതായ ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തിരുമേനി താമസിച്ചിരുന്ന വെട്ടിക്കൽ ദേറ, അതുപോലെയുള്ള തിരുമേനിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു മിനിയേച്ചർ ഈ മ്യൂസിയത്തിൽ ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. തിരുമേനി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ തിരുമേനിയുടെ കരങ്ങളാൽ കുദാശ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള പള്ളികളുടെ ചിത്രങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. തിരുമേനിയുടെ ഗുരുഭൂതന്മാര്, കുടുംബാംഗങ്ങള്, തിരുമേനിയുടെ പല ശിഷ്യന്മാരുടെയൊക്കെയും ചിത്രങ്ങൾ അതിൽ ക്രമീകരിക്കുന്നുണ്ട്. തിരുമേനി ഉപയോഗിച്ചിരുന്നതായ തിരുവസ്ത്രങ്ങളും അതുപോലെ പവിത്രമായി നമ്മൾ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ വസ്തുക്കളും മ്യൂസിയത്തിൽ ക്രമീകരിക്കുവാനുള്ളതായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു മ്യൂസിയമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുകയും പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ സഹായവും ലഭിക്കുമെന്ന് ഇക്കാര്യത്തിൽ ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2011 നവംബർ മാസം 2-ാം തീയതി ഈ പുതിയ മ്യൂസിയത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.